റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിതാ വീഡിയോ കണ്ടപ്പോ ചേച്ചി പറയായിരുന്നു ഭയങ്കര നല്ല വോയിസ് അല്ലേ? ഇനി ഒന്ന് എന്ന് വെച്ചാ ദ ഗുഡ് സോൾ ആക്ച്വലി ഈവൻ ഷീ ഈസ് ഓൾസോ ഇൻ കണ്ടന്റ് ലൈഫ് ഉള്ളത് കൊണ്ട് എന്ത് സന്തോഷമായി ജീവിക്കുന്നു വി കൻ സീ ഇൻ ഹർ ഫേസ് ആക്ച്വലി അല്ലേ? എന്ത് ഹാപ്പി ആയിട്ട് പാടുന്ന സമയത്ത് ഷീസ് ഇൻ ടു എൻ ഹീറോയിൻ ക്യാരക്ടർ. അങ്ങനെ എല്ലാവരും പറയും പാടുന്ന സമയത്ത് യു ഷുഡ് ജീവിക്കാൻ തുടങ്ങണം അതിൽ. അത് വി കൻ സീ ഇൻ യുവർ ഹൈസ്. നന്നായിരുന്നു, സൂപ്പർ. വെരി ഹാപ്പി ടു സീ യു. അതെ, നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ആ ഒരു കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലം, അവിടെ ഓട്ടോക്കാരുടെ ഇടയിൽ ഒരു പാട്ടുകാരിയായി തിളങ്ങി ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ചേച്ചി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓട്ടോ ഓടിക്കുന്ന ആ സ്റ്റാൻഡിലെ വിശേഷങ്ങൾ ആദ്യം കേൾക്കട്ടെ. ഓട്ടോ ഓടിക്കാൻ ഞാൻ കുഴപ്പമില്ല, എല്ലാവരും എൻ്റെ കൂട്ടുകാരികളും വന്നിട്ടുണ്ട്. അതെ അതെ, ബാക്കിയുള്ളവർ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പാട്ടുപാടി കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ തന്നെയാണ് എൻ്റെ ഒരു പാട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. അത് മുഖേനയാണ് കണ്ട് അറിഞ്ഞത്. ഈ ഓട്ടോ ഓടിക്കണം എന്നുള്ള തീരുമാനം എന്തിന്റെ പേരിലായിരുന്നു? അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങളെ ഓട്ടോ പരിശീലിപ്പിച്ചത്. അവര് നമുക്ക് ലൈസൻസ് ഒക്കെ റെഡിയാക്കി തന്നത് പഞ്ചായത്ത് തന്നെയാണ്. അങ്ങനെ അവര് തന്നെയാണ് ഞങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള സഹായവും ചെയ്തു തന്നത്. ഓട്ടോ വാങ്ങിക്കണം, കുഴപ്പമില്ലാതെ ഞങ്ങൾ പോകുന്നു. അതാണ് ഓട്ടോ ഫീൽഡിലേക്ക് എത്തിയത്. 168ഓളം ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട് ഞങ്ങള്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം നിങ്ങൾ 5 പേരല്ലാതെ ബാക്കിയുള്ളതെല്ലാം ചേട്ടന്മാരാണ്. ക്വാളിറ്റി അതാണല്ലോ നമുക്ക് വേണ്ടത്. ഒരു കൂട്ടായ്മയാണ്. അത് ടൈം റെസ്ട്രിക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര മണിക്ക് വരെ ചെയ്യാൻ പറ്റും? ഇല്ല, പോകും ഞാൻ വീട്ടിലേക്ക്. നമുക്ക് സ്വന്തം ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പം നേരത്തെ പിന്നെ നൈറ്റ് ഒന്നും ഓടലില്ല. അപ്പൊ ഒരു 6 മണിയാകുമ്പോ ഞങ്ങള് എല്ലാവരും വീട്ടിൽ 6 മണി കഴിഞ്ഞ് ചേട്ടന്മാര്. ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ വേദിയിലേക്ക് ചേച്ചി എത്തി. അപ്പൊ നമ്മുടെ ഈ വേദിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ മനസ്സിൽ തോന്നുന്നത്? ചേച്ചിയുടെ ഒരു വലിയൊരു സ്വപ്നമാണെന്നാണ് കൂട്ടുകാരികൾ പറഞ്ഞത്. ഞാന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് ഒരു സ്റ്റേജ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് തന്നെ അമൃത ടിവിയിലെ എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നത് അമൃത ടിവിയാണ്. അതില് എല്ലാവരോടും. അപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രിയൊക്കെ എന്തായിരുന്നു ടെൻഷൻ? ഞാൻ ഏത് കുപ്പായ ഇടും അങ്ങനെയൊക്കെ ടെൻഷൻ. അയ്യോ, ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയാ? ഇല്ല, ഉറങ്ങിയിട്ടില്ല. നേരത്തെ ഇവരെല്ലാരും എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റത്. പേടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരോടും ഒന്നും പേടിക്കാനില്ലാതെ മനസ്സിലായില്ല. പിന്നെ അത് മാത്രല്ല, ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഒരു തുടക്കം. ഇനി ഇവിടുന്ന് കുറെ പ്രോഗ്രാംസ് ചെയ്യണം, സ്റ്റേജുകളാണെങ്കിലും ചാനൽ ഷോ ആണെങ്കിലും ഒക്കെ ചെയ്യണം. എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉപയോഗിക്കും. നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ് എന്ന് നമുക്ക് പാട്ട് ജീവനാണ്. അതെ, അടിപൊളിയാക്കാൻ പോകുന്നത്. നാടൻ പാട്ടുകളോട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഈ മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ തന്നെയാണോ അതിനൊരു കാരണം? ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടന്റെ പാട്ട്. എനിക്ക് പെട്ടെന്ന് വിഷ്വലൊക്കെ കണ്ടപ്പോ ഓട്ടോ ഓടിക്കുന്ന ഒരു ചേച്ചി പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കും പെട്ടെന്ന് മണിച്ചേട്ടനെയാണ് കണക്ട് ആയത്. അപ്പൊ മണിച്ചേട്ടന്റെ ഏതെങ്കിലും ഒരു ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു നാടൻ പാട്ട് നമുക്ക് വേണ്ടിട്ട് 4 വരി പാടാവോ? യെസ്. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കുട്ടുന്നവർ പട്ടിണിക്കാർ. അച്ഛനളിയനെളിഞ്ഞിരു കൂട്ടരും അച്ഛനന്മാരും അങ്ങൊത്തുകൂടി. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കുട്ടുന്നവർ പട്ടിണിക്കാർ. അച്ഛനളിയനെളിഞ്ഞിരു കൂട്ടരും അച്ഛനന്മാരും അങ്ങൊത്തുകൂടി. തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ. ചിത്തിര ചിര ചെറിയ കുറിയ പിന്നത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ. ചിത്തിര ചിര ചെറിയ കുറിയ പിന്നത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ. തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിന്തകത്താരാ.
കൂടെ നല്ലതായിട്ട് അവരും സപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, 3 പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളാണ് നമ്മുടെ ചേച്ചിയുടെ സന്തത സഹചാരികൾ എന്ന് പറയുന്നല്ലേ, കട്ട ഫ്രണ്ട്സ് അല്ലേ? ശരി, നിങ്ങളുടെ പേര് പറയൂ. എന്റെ പേര് അജിത. അജിത, കോറസ് ഒക്കെ പാടുന്ന കേട്ടു. പാട്ട് നന്നായിട്ട് പാടുന്ന ആളാണോ? ഇല്ലല്ല, ഇല്ല, കോറസ് മാത്രമേ പാടുള്ളൂ. കോറസ് ഞാന് ശിങ്കാരിമേളം ഉണ്ടായിരുന്നു. ഓ, അത് ശരി. പിന്നെ ഓട്ടോ, അല്ലാതെ പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സൂപ്പർ. അപ്പം അത് നല്ലൊരു കാര്യം. എങ്ങനെ എപ്പോഴും സ്ത്രീകൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് ആവശ്യം. ഇനി ഇയാളുടെ പേര് പറയും. എന്റെ പേര് മാളുക്കുട്ടി. മാളുക്കുട്ടി, ഹായ് മീനുക്കുട്ടി. മാളുക്കുട്ടി, ഇത് ഓട്ടോയുടെ പേര് മാളുക്കുട്ടി എന്നാ? അല്ല, വീട്ടുപേര് വെച്ചതാ. വീട്ടുപേരെന്താ? കാപ്പമ്മൽ. കാപ്പമ്മൽ. അപ്പൊ ഓട്ടോയ്ക്ക് അതാണ് പേര്. പക്ഷെ മാളുക്കുട്ടി എന്ന് മതിയായിരുന്നു ഓട്ടോയ്ക്ക്, അല്ലേ? എന്തായാലും കൊള്ളാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാളുക്കുട്ടി ചേച്ചിയുടെ കാണാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു. ഇനി ഈ അടുത്ത ആളുടെ പേരെന്താ? സജിത. സജിത ചേച്ചി. ഓട്ടോ തന്നെ? ഓട്ടോ തന്നെ. ശരി.